ഹലോ ഗേൾസ്, ഇന്നുണ്ടല്ലോ ബോറടിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഉജാലയിൽ ഈ ബക്സിൽ എണ്ണ ആക്കിയിട്ട് തൊടില്ലേ പിന്നെ റീൽസ് ഞാനും ചെയ്താലോ എന്ന്. അപ്പോൾ ഒന്നും ചെയ്ത് ഷീറ്റ് പോയി അടുത്ത വട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കണം. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് കൊണ്ട് കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉജാല ഒഴിക്കണം. മതി, ഇത്ര ഉജാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഉജാല തന്നെ ഇത് സ്പ്രെൻഡ് ആയിട്ട് വന്നതാണ്. ചെറുതായിട്ടൊന്ന് കയ്യോ അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കോല വെച്ചിട്ട് ഇതാക്കി എന്തോന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പൗഡർ ഇടാം. പൗഡർ ഇട്ടിട്ട് നമ്മൾ 1-2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബക്സും കൊണ്ട് തൊടേണ്ടത്. അപ്പോഴാണ് റെഡി ആവുകയുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഇതിൽ ബക്സിൽ എണ്ണ വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ നിന്ന് നല്ലോണം റെഡിയായി വരുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ട് വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തൊട്ടേ കുറച്ചും കൂടെ അത് നല്ലോണം റെഡിയാകാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ തൊട്ട് വെക്കാനായി വന്നിരിക്കുകയാണ്. തൊട്ട് ചീറ്റ് പോയിന്നാണ് തോന്നുന്നേ. സമയത്തിൻ്റെ കുഴപ്പമാണത്. വാ, എന്നിട്ട് ഞങ്ങൾ പിന്നെ തൊട്ടപ്പോൾ തന്നെ അത് കിട്ടിയിട്ടോ. ഇങ്ങനെ പരന്ന് കിട്ടി. എന്നിട്ട് ഈ ഭാഗമായിരുന്നു എണ്ണ വെച്ചത്. എണ്ണ വെച്ച ഭാഗം മാറിപ്പോയി. നേരത്തെ എണ്ണ വെച്ചായിരുന്നു ഈ നടുക്ക് കണ്ടോ. എന്തായാലും എവിടേക്കോ സക്സസ് ആയി, എവിടേക്കോ ചീറ്റിയും പോയിട്ടുണ്ട്. ചിലർക്ക് ഇതൊക്കെ ശരിയാകാൻ ഇത് ഒഴിച്ചതിൻ്റെ കുഴപ്പമുണ്ടാകും, പൗഡർ ഇട്ടതിൻ്റെ കുഴപ്പമുണ്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഇളക്കിയിട്ട് ചെയ്ത് നോക്കാമെന്ന്. എന്ന് വെച്ച് ഉള്ളു ഇളക്കിട്ടോ. ഇളക്കിയപ്പം അതിനെക്കാട്ടും നേരത്തെക്കാട്ടും കഷ്ടമായതാണ്. പൗഡർ ഇട്ട് കുറച്ചും കൂടെ പൗഡർ ഇട്ടു കേട്ടോ. കുറച്ച് എന്നിട്ട് ഇതൊക്കെയാലോ ചെറുതായിട്ട് സക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ചീറ്റിപ്പോയി ഗൈസ്, ചീറ്റിപ്പോയി.